കേരളത്തിലെ ക്രൈസ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. അതായത് കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി അതിന് ചില ഉത്തരവും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളതിൻ്റെ തംബ്നെയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? കൈകോർത്ത് ബി ജെ പി, അതായത് കൈകോർത്ത് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു. ആ കൈ ആരുടെയാണ്? ചിഹ്നം കോൺഗ്രസ്. കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രൈസ്തവരും നല്ലൊരു വിഭാഗം അവർ ബേസിക്കലി കോൺഗ്രസ് കുടുംബങ്ങളാണ്. അവരെന്ത് വന്നാലും കോൺഗ്രസിനെ വോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അവർ ഇഷ്യൂ ബേസ്ഡ് ആണ്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം പിണറായി വിജയൻ ഗവൺമെൻറ് കഴിഞ്ഞ ഈ കോവിഡ് കാലത്തും ജനങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ കേരളത്തിലെ വലിയ വിഭാഗം ക്രൈസ്തവരും പിണറായി വിജയനും സി പി എമ്മിനും, അതായത് അരിവാൾ ചുറ്റയ്ക്കാണെങ്കിൽ സി പി എമ്മിൻ്റെ LDFൻ്റെ ഘടകകക്ഷികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവർ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മണിപ്പൂർ ഇഷ്യൂ, അവിടുത്തെ ഇഷ്യൂ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പള്ളികൾ അറ്റാക്ക് ചെയ്യുന്നു, നോർത്ത് ഇന്ത്യയിൽ സുവിശേഷകരെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഒരു ഭാഗത്ത് വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പം ഞാൻ ഈ പറയുന്ന ചില മാറ്റങ്ങൾ, എനിക്ക് വരുന്ന മെസ്സേജുകൾ, എൻ്റെ ബന്ധുക്കളുടെ മെസ്സേജുകൾ, എൻ്റെ സുഹൃത്തുക്കളായ ഫാമിലികൾ അവരുടെ മെസ്സേജുകൾ, ഇവരെല്ലാം ബേസിക്കലി ക്രൈസ്തവ കോൺഗ്രസ് കുടുംബങ്ങളാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്കെന്താണ് ഇങ്ങനൊരു മാറ്റമുണ്ടായത്? ഒരു ചോദ്യമാണ്. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസിനെ മാറി, അതായത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും മാറി ബി ജെ പി, അതായത് നിങ്ങൾ പറയുന്നു കേരളത്തിൽ പറയുന്നു വർഗീയ പാർട്ടിയാണ്, കേരളത്തിലെ മീഡിയയിലൊക്കെ പറയുന്നത് ബി ജെ പി വർഗീയ പാർട്ടി, അത് ഇത് ചള്ളചവറൊക്കെ പറയുകയാണ്. നിങ്ങൾ നിരത്തി പിടിച്ച കാര്യങ്ങൾ പറയുകയാണ്. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കേരളത്തിലെ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ഏറ്റവും വിഭിന്നമായിട്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ചിന്തിക്കുന്ന കമ്മ്യൂണിറ്റി ക്രൈസ്തവരാണ്. വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻസ്. ഞാൻ രാഷ്ട്രീയക്കാരുടെ കാര്യമല്ല പറയുന്നത്. കാരണം ജോലിക്ക് പോകുന്നവരും ബിസിനസ് ചെയ്യുന്നവരും അവർക്കൊക്കെ അവരുടെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത് അവർ ഗ്രൗണ്ട് റിയാലിറ്റി, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് വരാൻ പോകുന്നത്, എന്താണ് ഗ്ലോബലായിട്ട് നടക്കുന്നതിനെപ്പറ്റി വളരെയധികം ചിന്തിക്കുകയും പ്രസക്തമായ കാര്യങ്ങൾ അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവർ. കാരണം അവർ വലിയൊരു വിഭാഗം എഡ്യൂക്കേറ്റഡ് ആണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം ചില പോയിന്റുകൾ പറയാം എന്തുകൊണ്ടാണ് ക്രൈസ്തവർ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കേണ്ട കാരണങ്ങൾ പറയാം. കാരണം ഞാൻ ഇവരോട് സർവേയും പലരോടും ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക വൽക്കരണം, മുസ്ലിം പ്രീണനം കേരളത്തിൽ വലിയ രീതിയിൽ LDF ആണെങ്കിൽ UDF മുന്നോട്ട് പോകുന്നു. ഇതൊരു വലിയ കാരണമാണ്. കാരണം ഒരു ഭാഗത്ത് ലീഗിനെ പ്രീണനം നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് തീവ്ര ഇസ്ലാമിക ഭീകരന്മാരെ പ്രീണനം നടത്താനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വളരെയധികം അവർ വലിയ വർക്ക് ഫോഴ്സായിട്ട് അവരുടെ പുറകിൽ നിൽക്കുന്നു. ഇതൊരു കാരണം തന്നെയാണ്. കാരണം ഇസ്ലാമിക ഭീകരപ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഗ്രൂപ്പുകൾ, ഇസ്ലാമിക ഗ്രൂപ്പുകൾ, ഇവർ ഗ്ലോബൽ ഇസ്ലാമിൻ്റെ പുറകിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പുറകിലാണ് എന്നുള്ള സംഭവം വളരെ വിസിബിളായിട്ട് അങ്ങ് മാറി. ഇതൊരു കാരണമാണ്. കാരണം അവൻ്റെ ലൈഫിനെയും അവൻ്റെ കമ്മ്യൂണിറ്റിയെയും, കാരണം അവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി ഇസ്ലാമിക സംഭവത്തിലോട്ട് കടക്കാൻ പോകുമ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് മാറ്റങ്ങളുണ്ടാകും. ഇതിനകത്ത് ഈ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും, അതായത് P ജോസഫിൻ്റെ കേരള കോൺഗ്രസിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലൊന്നും. അവർ വേണമെങ്കിൽ അവരാലോചിച്ച് ചിന്തിച്ചോണം, എവിടെ മാറിക്കോണം. ഇവർ പറയുന്ന ലെഫ്റ്റിൽ പോയാലും ഈ UDFിൽ പോലും വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് അവരുടെ പള്ളിയിലച്ചന്മാരും ബിഷപ്പുമാരും ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ആകെ സപ്പോർട്ട് ചെയ്ത് BJP മാത്രമാണ്. ഈ രണ്ട് പാർട്ടികളും പാർലമെൻറ്റിൽ വഖഫ് ബില്ലിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു വലിയ കാരണമായി മാറി. അതായത് ഓരോ ക്രിസ്ത്യൻ കുടുംബത്തിലോട്ടും ഈ BJP
BJP എന്ന പാർട്ടി പോലും അറിയാതെ കടന്നു കയറി. അതിൻ്റെ കാരണം ഇവർക്കൊക്കെ അറിയാവുന്നൊരു വസ്തുതയാണ്, ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. കാരണം സെമറ്റിക്കാണ് മതങ്ങൾ. കാരണം കേരളത്തിൽ മാത്രമല്ല, ഗ്ലോബലായിട്ട് ഈ സംഭവം കിടക്കുകയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ജനറേഷൻ്റെ അകത്തും ഈ തലമുറയ്ക്കകത്തും ഈ നേറ്റിവിറ്റിയേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ഗ്ലോബൽ സംഭവങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരാണെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട്, ലോകത്ത് പല ഭാഗത്തുമുണ്ട്, അത് ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങളിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അതേപോലെ തന്നെ പണ്ട് കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്, അത് മാറിയിട്ട് ഇസ്രായേലിലോട്ട് ആൾക്കാർ പോകാൻ തുടങ്ങി. അതിനകത്ത് ഏറ്റവും കൂടുതൽ അവിടുത്തെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെ ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻസിനെ ഹിന്ദുക്കളെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് കയറി അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിൽ ഭീകരവാദം, അതായത് ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും അതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം വിഭാഗം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വിസിബിളാണ്. ഇത് കാണുക അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതായത് ഇനിയും ഇന്ത്യയിലോട്ട് കേരളത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇതിനെ മാറ്റി നിർത്താതെ, അതായത് ഇതിനെ ഒതുക്കാതെ, ഇസ്ലാമിക ഭീകരവൽക്കരണത്തെ ഒതുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതിന് BJP തന്നെ എന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഏറ്റവും കേരളത്തിലെ ക്രൈസ്തവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് മാറി. ഇതവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം മണിപ്പൂരിൽ നടക്കുന്ന ഇഷ്യൂ ഇവരൊക്കെ എഡ്യൂക്കേറ്റഡാ. ഇവിടുത്തെ മീഡിയ പറയുന്ന കഥകളൊന്നും അവർ വിശ്വസിക്കുന്നൊന്നുമില്ല. അത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. കേരളത്തിലെ ക്രൈസ്തവർ കുറച്ചധികം സെൽഫിഷും കൂടാണ്. ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഘടകമായിട്ട് മാറി. ഇപ്പം രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് ഇന്ത്യയുടെ പൂർണ്ണമായിട്ടും GDP ആണെങ്കിലും ഗ്രോത്ത് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും മാറ്റിയതിൽ മോദിക്കും BJPക്കും വലിയൊരു പങ്കുണ്ട്. അതിൻ്റെ കാരണം എന്തുവാ? ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് കേരളമല്ല. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം കേരളത്തിലെ ഹിന്ദുക്കളെക്കാൾ അത്രയും തന്നെ ആളുകളുണ്ട് കേരളത്തിന് ഔട്ട്സൈഡ്, ഇന്ത്യക്കകത്ത് ക്രൈസ്തവരായിട്ടുള്ള ജനങ്ങൾ അവിടെ സെറ്റിലായിട്ടുള്ളവരുണ്ട്. അവരുടെ ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ കേരളത്തിലായിരിക്കും. ഇവർ ഈ ബിസിനസ് നടത്തുന്ന പല ഗുജറാത്തിലുണ്ട്, ഈ കർണാടകയിലുണ്ട്, BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇവർ വളരെ ആക്റ്റീവാണ്. അപ്പം അവിടെ ഒന്നും ഈ പറയുന്ന ക്രൈസ്തവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഗ്രോത്തിൻ്റെ പാർട്ടാകുവാൻ ഈ കേരളത്തിൽ നിന്ന് പോയ ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായത് BJP വരുമ്പോൾ ഗ്രോത്ത് ഉണ്ടാകും. ഇവരുടെ കച്ചവടങ്ങളാണെങ്കിലും ബിസിനസ് ആണെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസും BJP അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പോലെ ഈ കറപ്ഷനും പരിപാടിയൊക്കെ വളരെയധികം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ കേരളത്തിലുള്ള ക്രൈസ്തവരും ചിന്തിക്കാൻ തുടങ്ങി, എന്തിനാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് കൈപ്പത്തിക്ക് കൊടുക്കുക, താമരക്കോട്ട് കൊടുക്കാം. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യമാണ്, യുണൈറ്റഡ് ഇന്ത്യ. അതിനെ കൊണ്ടുപോകാൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇവരുടെ ബന്ധുക്കളൊക്കെ പലയിടത്തും താമസിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, ഇവിടെ ബോംബ് പൊട്ടും, അരക്ഷിതാവസ്ഥ, പ്രശ്നങ്ങൾ, അതൊന്നും BJP വന്ന ശേഷം ഉണ്ടായിട്ടില്ല. കാരണം അവരൊക്കെ വളരെ സേഫ് സോണിലാണ്. അപ്പം അവർക്കൊരു സെക്യൂരിറ്റിയും കൺസേൺ ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഈ മോദിയാണെങ്കിലും BJPയും പിന്തുണയ്ക്കുവാൻ വേണ്ടി കേരളത്തിലെ ക്രൈസ്തവർ പൂർണ്ണമായിട്ടും തയ്യാറോട്ടു. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ വലിയ ഈ ഗാന്ധി കുടുംബം, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ സംഭവത്തെ അവർ പൂർണ്ണ മനസ്സോട് മാറ്റിക്കളഞ്ഞ് താമരയ്ക്ക് അനുകൂലം BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ കാരണം രണ്ടാമത്തെ ഫാക്ടറാണ്. അതേപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള ഇന്ത്യൻസ്, അതായത് വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലാണെങ്കിലും ഇവിടെയുള്ള ഇന്ത്യൻസ്, അതായത് പ്രത്യേകിച്ച് ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും അനുകൂലമെന്ന് പറയുന്നത് മോദി ഇന്ത്യ ഭരിക്കുന്നതാണ്. അവർ പറയുന്നത് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ.
കാരണം മോദി വന്ന ശേഷമാണ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന രീതിയിലും ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിലും ഇന്ത്യൻ നേറ്റിവിറ്റി, അവർ അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കും, യൂറോപ്പിലെ പല രാജ്യങ്ങളിലെ സിറ്റിസൺ ആയിരിക്കും, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന സംഭവം ഉണ്ടായത്, ഡയസ്പോറ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടാകുന്നു. ഇപ്പം പണ്ടും ഇതേപോലെ മലയാളി സമാജങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന സംഭവം വരുന്നത് മോദി വന്ന ശേഷമാണ്. കാരണം മോദി വിസ്തരമായിട്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ഇന്ത്യക്കാരുമായിട്ട് അവിടെ താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇത് ഒത്തിരി പോയിന്റുകളുണ്ട്. അപ്പോൾ അവർക്കും ഇന്ത്യയിലോട്ട് വരാൻ താല്പര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ അൺസർട്ടനിറ്റി മാറി, അവിടെ ഇന്ത്യയിൽ തിരിച്ചു പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം അതിന് ഫുള്ളായിട്ടുള്ള കൺട്രോളും കാര്യങ്ങളും അവർക്കുള്ള സേഫ്റ്റി മെഷേഴ്സും അതെല്ലാം മോദി ഗവൺമെൻറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കാരണം മനസ്സിലാക്കുക, ഇവർ ചെറിയ ചെറിയ ബിസിനസ് ആയിരിക്കും, ചെറിയ ചെറിയ ജോലിയായിരിക്കും, പക്ഷെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന സംഭവം പണ്ടുണ്ടായിരുന്ന ഈ വാക്ക്. പക്ഷേ ഇപ്പം മോദി വന്ന ശേഷമാണ് ഇവിടെയുള്ള ജനങ്ങൾ, അതായത് ഞാനിപ്പോൾ അമേരിക്കയിലാണ്, അവർക്ക് ഇന്ത്യക്കാരൻ എന്ന് പറയുവാൻ വേണ്ടി അവർക്കത് പ്രൗഡ്, അത് വല്ലാത്തൊരു പ്രൈഡും പ്രൗഡും എല്ലാം കയറിയൊക്കെ മാറി. ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഫാമിലിയിലോട്ട്, അതായത് കോൺഗ്രസ് കുടുംബങ്ങൾ, അതിലോട്ട് BJP അങ്ങോട്ട് കടന്നു. BJPയുടെ കേരളത്തിലെ നേതാക്കൾക്ക് ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ റിയാലിറ്റി വളരെ സത്യമാണ്. കേരളത്തിലെ ക്രൈസ്തവർ, അത് അവർ എടുത്ത തീരുമാനം തന്നെയാണ്. അവർക്ക് BJPയോട് യാതൊരു അയിത്തവുമില്ല. അതായത് CPMനെ കാണുന്നതിനേക്കാളും കോൺഗ്രസിനെ ഇന്ത്യയുമായിട്ടും ഒരു പുരോഗതിയിലോട്ട്, അതായത് ബിസിനസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും BJP വരുന്നതാണ് വളരെ സേഫ്. ഈ പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയമൊന്നും അവർ കളിക്കുന്നില്ല ദേശീയ തലത്തിലൊന്നും. അവർ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുന്നു. അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് BJP. മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിൻ്റുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിലാണെങ്കിലും ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സിലാണെങ്കിലും ഈ ഹിന്ദുക്കൾ എത്ര കേരളത്തിൽ നിന്നുണ്ടോ അത്രമാത്രം ക്രൈസ്തവരുമുണ്ട്. കാരണം ഇവിടെ ഒന്നും മുസ്ലിംസിനെ അവരുടെ മതപരമായ ചില വിഡ്ഢികളൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തുകയാണ്. അപ്പം ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടാകുവാൻ വേണ്ടി കേരളത്തിലെ ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും തുടങ്ങിയില്ല, പണ്ട് മുതലേ ഉണ്ട് ഇന്ത്യൻ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ഭാഗമാണെങ്കിലും അമ്മയുടെ ഭാഗം രണ്ടുപേരും ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പം ഇവർക്കൊക്കെ മോദി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് മാറി. ഇപ്പം എൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോഴാണ് ഈ മോദി അക്സെപ്റ്റ് ചെയ്യാനും BJP അക്സെപ്റ്റ് ചെയ്യാനും ഉണ്ടായ സംഭവം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ചില കുടുംബങ്ങളിൽ അപ്പർ മിഡിൽ ക്ലാസ്സിലൊക്കെ നേരത്തെ തുടങ്ങി. പക്ഷേ ഇപ്പം മിഡിൽ ക്ലാസ്സിലോട്ട് കയറിപ്പോയി. മനസ്സിലാക്കുക, കേരളത്തിലെ ലെഫ്റ്റ് ആണെങ്കിലും, അതായത് CPM നയിക്കുന്ന ലെഫ്റ്റ് ആണെങ്കിലും, അപ്പുറത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF ആണെങ്കിലും, നിങ്ങളോട് ഒറ്റ കാര്യം നിങ്ങളുടെ പ്രീണനം, നിങ്ങളുടെ പ്രശ്നം ഇതോടുകൂടി അങ്ങ് തീരുക. അതായത് ഇത് കേരളത്തിൽ നിങ്ങൾ വാനിഷ് ആകാൻ പോവുകയാണ്. ഈ പോയിന്റുകളൊക്കെ ഞാൻ പറയുന്ന പോയിന്റ് വളരെ വാലിഡ് പോയിൻ്റാണ്. ഇതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്ന വയനാട് ഇലക്ഷൻ ആണെങ്കിലും, പാലക്കാട് ഇലക്ഷൻ ആണെങ്കിലും, ചേലക്കര ഇലക്ഷൻ ആണെങ്കിലും. പ്രീണനം എന്ന സാധനം ഇനിയും UDFും LDFും ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒന്നുമല്ലാതായി മാറും. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് വെച്ചോളൂ. കാരണം ക്രൈസ്തവർ തീരുമാനിച്ചു അവർക്ക് ഹൈന്ദവരുമായിട്ട് പോകുന്നതിൽ യാതൊരു വെറുപ്പുമില്ല, ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി അവർ തയ്യാറാണ്. ഇനി കേരളത്തിലെ BJP നേതാക്കൾ ഇതിനെ ഏത് രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും, അപ്പോഴാണ് ഇതിൻ്റെ വോട്ടിങ്ങിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാകുന്നത്. അതുമാത്രമാണ് ഏറ്റവും പ്രധാനമായ ഘടകം.